എന്നാണ്ട് മക്കളെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നല്ല കിളികളുടെ സൗണ്ടൊക്കെ കേട്ടാണ് ഞാൻ ഉറക്കം എണീറ്റ് വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഞാൻ ഉറക്കം എണീക്കുന്നത് ഇന്ന് എന്ത് ഫുഡ് ഉണ്ടാക്കുമെന്ന കൺഫ്യൂഷനായിട്ടാണ്. പക്ഷേ എനിക്ക് ഇന്ന് ആ കൺഫ്യൂഷൻ ഇല്ല കേട്ടോ. കാരണം ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇഡ്ഡലി, ദോശ, ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണിയെല്ലാം സ്റ്റാർട്ട് ചെയ്തു. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ അമ്മമാർ വന്ന് നമ്മുടെ അടുത്ത് ചോദിക്കും, മോനെ നാളെ എന്താണ് ഉണ്ടാക്കേണ്ടത്, നാളെ എന്താണ് ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടത് ലഞ്ചിനൊക്കെ. ആ ടൈമിൽ അമ്മ എന്ത് വെള്ളം ഉണ്ടാക്കിക്കോ എന്നൊക്കെ പറയുമെങ്കിലും രാവിലെ പുട്ടുണ്ടാക്കുമ്പോൾ അയ്യേ പുട്ടാണോ എന്ന്, അയ്യോ ഇന്നും ദോശയാണോ എന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും അല്ലേ. ഞങ്ങളുടെ വീട്ടിൽ 3 മക്കളായതുകൊണ്ട് 3 പേർക്ക് 3 ഇഷ്ടങ്ങളുമായിരുന്നു. അങ്ങനെ ആകെ കൂടി ഒരു കൺഫ്യൂഷനാക്കും അമ്മമാർ അല്ലേ. എങ്കിൽ പോലും എല്ലാ കൺഫ്യൂഷൻ്റെ ഇടയിലും കറക്റ്റ് നമ്മൾ സ്കൂളിൽ പോകുന്ന ടൈം ആകുമ്പോഴേക്കും നമുക്ക് വേണ്ട ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത് തരുന്ന ഒരു മാജിക്കൽ ഹാൻഡ്സാണ് നമ്മുടെയൊക്കെ അമ്മമാരുടെ അല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ എന്ന് അനുഭവിച്ച അതേ കൺഫ്യൂഷനുമായിട്ട് തന്നെയാണ് ഞാനും ഇന്ന് മുന്നോട്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ മാത്രമല്ല, നമ്മളിൽ പലരും അങ്ങനെ തന്നെ ആയിരിക്കും. ഡ്യൂട്ടിക്ക് പോകുമ്പോൾ രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, ലഞ്ച് എന്ത് കൊണ്ടുപോകും, ഡിന്നറിന് എന്ത് കഴിക്കും, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. എസ്പെഷ്യലി ഇപ്പോൾ UK വന്നേ പിന്നെ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങിയ പിന്നെ ഡ്യൂട്ടിക്ക് പോകുന്ന ടൈമിലുള്ള ഫുഡ് കൊണ്ടുപോകുന്ന പരിപാടികളും ഒക്കെ തന്നെ ഒരു കൺഫ്യൂഷനും ടെൻഷനും തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഞാനിതൊക്കെ മനസ്സിലാക്കി തുടങ്ങിയത് UK വന്ന് സ്വന്തമായി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് സ്വന്തമായി കാര്യങ്ങളെല്ലാം ചെയ്ത് തുടങ്ങിയത് പിന്നെ കേട്ടോ. പിന്നെ എന്നാണെങ്കിലും എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു കേട്ടോ. ചെറുപ്പം തുടങ്ങി അമ്മേനെ ഒരുപാട് കുക്ക് ചെയ്യാൻ ഞാൻ സഹായിക്കുമായിരുന്നു. ഏത് ടൈപ്പ് ഫുഡ് ആണെങ്കിലും, വെജിറ്റേറിയൻ ആണെങ്കിലും നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും ഉണ്ടാക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഞാൻ കഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ അധികം. അപ്പോൾ ശരിക്കും നമ്മുടെ അമ്മമാർക്ക് അപ്രീസിയേഷൻ മാത്രമല്ല, മോർ ദാൻ ദാറ്റ് ദേ ഡിസേർവ് സം റെസ്പെക്റ്റ് ആസ് വെൽ അല്ലേ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ.